അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാലോ. ഇതിനായിട്ട് ഞാൻ സാമ്പാർ പരിപ്പെടുത്ത് 1 കപ്പ് സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ്. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോൾ നമുക്ക് 2-3 പ്രാവശ്യമൊന്നും പരിപ്പ് വേവാനായിട്ട് കുക്കർ അടിക്കേണ്ട. ഒറ്റ പ്രാവശ്യം എല്ലാം കൂടെ ഇട്ടങ്ങ് വെച്ചാൽ മതി. അപ്പം നമുക്ക് അതിലേക്ക് സാമ്പാർ പരിപ്പിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തു. ചെറിയ ഉള്ളിയാണ് നല്ലത്, സവാളയാണെന്നുണ്ടെങ്കിൽ സവാളയും ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ മലക്കറികൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ മല്ലിപ്പൊടി അളവിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും ശകലം കായപ്പൊടിയും, അതായത് നമ്മുടെ ഒരു 1/4 സ്പൂണൊന്നുമില്ല, കായപ്പൊടിയും കൂടെ ചേർത്തു കുറച്ച് ഉപ്പും കൂടെ ഇട്ട്, നമ്മുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് നമ്മൾ കുക്കർ അടച്ച് കുക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ഞാൻ ഇടാത്തത്. ഇനി ഒരു 3 ഫിസിലോ അല്ലെങ്കിൽ ഓരോ കുക്കറിൻ്റെ ഇതനുസരിച്ചാണ്. മലക്കറി അങ്ങനെ ഒട്ടും ഉടയണ്ടെന്നുണ്ടെങ്കിൽ 2 ഫിസിലോ ഒറ്റ ഫിസിലോ മതി. മലക്കറി ഉടഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഫിസിൽ അടിച്ചിട്ട് ഇതുപോലെ നല്ല ഇതിലെടുക്കുക. നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് നമുക്കിതിൻ്റെ ഉപ്പും പുളിയും എരിയും ഒക്കെ ചെക്ക് ചെയ്യാം, നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാമ്പാറിന് മല്ലിയില ഇല്ലെങ്കിൽ എന്താ അല്ലേ, സൂപ്പർ. ചിലർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് പിടിക്കൂല, പക്ഷേ മല്ലിയിലയാണ് നല്ലത്. മല്ലിയിലയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കടുക് വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. പിന്നെ ഉള്ളി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കടുക് വറുക്കാം. ചെറിയ ഉള്ളി വെളുത്തുള്ളിയാണ്. ഇനി ഇതിലോട്ട് ഇവിടെ ഫ്രിഡ്ജിലിരുന്ന കറിവേപ്പിലയാണ്, അത് ഉണങ്ങിപ്പോയി. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് കടുക് വറുത്ത് സാമ്പാറിലോട്ട് താളിക്കാം. നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. കാപ്പിയുടെ കൂടെ വേണമെങ്കിലും ചോറിൻ്റെ കൂടെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എരിയും പുളിയും ചേർക്കണം. ഇതിപ്പോൾ കാപ്പിക്ക് കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നല്ല ഇഡ്ഡലിയുടെ കൂടെ നമുക്ക് കഴിക്കാം. നല്ല സൂപ്പർ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.